അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെന്റൽ പീസ് ചാലഞ്ചിന്റെ 4ാം ദിവസമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ, ബന്ധങ്ങളെ, സമാധാനത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തു കളയാൻ ശേഷിയുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ്. ദേഷ്യം അഥവാ ആങ്കർ. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നതെന്നോ ചെയ്യുന്നതെന്നോ നമുക്ക് തന്നെ അറിയില്ല. പിന്നീട് ആലോചിക്കുമ്പോൾ വലിയ വിഷമവും കുറ്റബോധവും തോന്നും. പല ദാമ്പത്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും തകരുന്നതും പല വലിയ തെറ്റുകൾ സംഭവിക്കുന്നതും ഈ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ടാണ്. ഒരു സൈക്കോളജി ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയാം, ദേഷ്യം എന്നത് മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഒരു മൃഗത്തെ പോലെയാക്കും. ഈ ദേഷ്യത്തെ സൈക്കോളജിയിലൂടെയും അതേപോലെ തന്നെ മനോഹരമായ പ്രവാചകചര്യയിലൂടെയും എങ്ങനെ മെരുക്കിയെടുക്കാമെന്ന് 5 അത്ഭുത വഴികളോട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ദേഷ്യത്തിന്റെ സൈക്കോളജി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത്. അതായത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗമാണ് ഈ ഒരു വികാരത്തെ നിയന്ത്രിക്കുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നീ സ്ട്രെസ് ഹോർമോണുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഹൃദയമിടിപ്പ് കൂടും, രക്തസമ്മർദ്ദം വർദ്ധിക്കും. മാത്രമല്ല, യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ബ്രെയിനിന്റെ ശേഷി താൽക്കാലികമായി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ വിഡ്ഢിത്തങ്ങൾ കാണിക്കുന്നത്. ഇസ്ലാം ദേഷ്യത്തെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗുസ്തിയിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ദേഷ്യം എന്നത് പിശാചിൽ നിന്നുള്ളതാണ്. പിശാച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അഗ്നി കൊണ്ടാണ്. തീ അണക്കാൻ വെള്ളമാണ് ആവശ്യം. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് സൈക്കോളജിയുമായി കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദേഷ്യം നിയന്ത്രിക്കാനുള്ള 5 പ്രായോഗിക വഴികൾ. ഒന്നാമത്തേത്, ശാരീരിക മാറ്റം വരുത്തുക. അതായത് ചേഞ്ച് യുവർ പോസ്ചർ. ദേഷ്യം വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉണ്ട്. നിങ്ങളിൽ ഒരാൾ ദേഷ്യം വരുമ്പോൾ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ. എന്നിട്ടും ദേഷ്യം മാറിയില്ലെങ്കിൽ അവൻ കിടക്കട്ടെ. സൈക്കോളജിയിൽ ഇതിന് ഫിസിക്കൽ ഗ്രൗണ്ടിങ് എന്ന് പറയും. അതായത് നിങ്ങൾ നിൽക്കുമ്പോൾ ശരീരം ആക്ഷൻ എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജനില താഴുകയും ബ്രെയിൻ ശാന്തമാകാൻ തുടങ്ങുകയും ചെയ്യും. അടുത്ത തവണ ദേഷ്യം വരുമ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ മൗനം പാലിക്കുക. ദ പവർ ഓഫ് സൈലൻസ്. ദേഷ്യം വരുമ്പോൾ നാവ് കൊണ്ടാണ് നമ്മൾ വലിയ തെറ്റുകൾ വരുത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ മൗനം പാലിക്കുക. സൈക്കോളജിയിൽ ഇതിനെ 10 സെക്കൻഡ് റൂൾ എന്ന് വിളിക്കും. ദേഷ്യം വന്ന് ഒരു മറുപടി പറയുന്നതിന് മുമ്പ് 1 മുതൽ 10 വരെ മനസ്സിലെണ്ണുക. അതിന് പറ്റിയില്ലെങ്കിൽ ഒന്ന് മിണ്ടാതെ അവിടെ തന്നെ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുക. ആ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിലെ യുക്തിചിന്ത തിരിച്ചു വരികയും വലിയൊരു വഴക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. മൂന്നാമത്തേത്, വുളൂ ചെയ്യുക. ദ കൂളിംഗ് എഫക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യം ഒരു തീ എന്ന ബിംബമാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദേഷ്യം പിശാചിൽ നിന്നാണ്.
പിശാച് തീയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തീ അണക്കുന്നത് വെള്ളം കൊണ്ടാണ്. അതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ അവൻ വുളൂ ചെയ്യട്ടെ. സൈക്കോളജിക്കലായി നോക്കിയാൽ തണുത്ത വെള്ളം മുഖത്തും കൈകാലുകളിലും തട്ടുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണരുകയും ബോഡി പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. നാലാമതായി പറയാനുള്ളത് അഊദു ചൊല്ലുക. റീഫോക്കസിംഗ് ദ മൈൻഡ് എന്ന് സൈക്കോളജിയിൽ പറയും. നെഗറ്റീവ് ചിന്ത നമ്മുടെ തലയിലേക്ക് ഇട്ട് തരുന്ന പിശാചിൽ നിന്നുള്ള ഈ ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് മൈൻഡ് ഡൈവേർഷൻ എന്ന് പറയും, ഇതിന് ഈ ഒരു പ്രാർത്ഥനയിലൂടെ സാധിക്കും. അഞ്ചാമത്തെ കാര്യം എന്തെന്നാൽ ദേഷ്യത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തുക. ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്നത് ആ നിമിഷത്തെ പ്രശ്നം കൊണ്ടായിരിക്കില്ല. ഒന്നെങ്കിൽ ഓഫീസിലെ സ്ട്രെസ് കൊണ്ടോ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ, അതുമല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടോ ഉള്ളിലുള്ള അസ്വസ്ഥത മറ്റുള്ളവരുടെ മേൽ തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാണിപ്പോൾ ഇത്രയും ദേഷ്യപ്പെടുന്നത്? മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കാൻ, അതായത് എമ്പതി എന്ന് പറയും. അങ്ങനെ ശ്രമിച്ചാൽ ദേഷ്യം അലിഞ്ഞു പോകും. ഇന്നത്തെ പ്രാക്ടീസ് അതല്ലെങ്കിൽ ടാസ്ക് എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ദേഷ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരൊറ്റ കാര്യം ചെയ്യുക. ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് സാവധാനം കുടിക്കുക. എന്നിട്ട് ഞാനൊന്നും ഇപ്പോൾ സംസാരിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുക. ഈ ഒരു മാറ്റം നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് എന്ന് സ്വയം നിരീക്ഷിക്കുക. അവസാനമായി എന്നും പറയുന്നത് പോലെ നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ദേഷ്യം വരുന്നത് ഒരു ന്യൂനതയല്ല. എന്നാൽ ദേഷ്യത്തിന്റെ അടിമയാകുന്നത് വലിയൊരു പരാജയമാണ്. നിങ്ങളുടെ ദേഷ്യത്തെ മെരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ വീടും ജീവിതവും സമാധാനം കൊണ്ട് നിറയും. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ ചാനലിൻ്റെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ മനസ്സിനെ കൂടുതൽ മനോഹരമാക്കുക എന്നുള്ളതാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 5ാം ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ ടാസ്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.